ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ കോഴിക്കോട് കോർപ്പറേഷനിലെ പൊറ്റമ്മൽ വാർഡ് ഇത്തവണ BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി അവിടെ ഭരണം നടത്തിയിരുന്നത് CPM ആയിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ താമര വിരിഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് പൊറ്റമ്മലിലെ പുതിയ കൗൺസിലറാണ്, BJPയുടെ പുതിയ കൗൺസിലർ. എന്ത് തോന്നുന്നു? ഒന്ന് ആദ്യമേ പൊറ്റമ്മലിലെ ജനങ്ങളോട് നന്ദി പറയാണ്. അവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, അവിടുത്തെ എല്ലാ മതവിശ്വാസികളും, അത് നമ്മൾ എസ്പെഷ്യലി അത് എടുത്തു പറയാൻ കാരണം BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അയാൾ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയപരമായിട്ടുള്ള വിഭജനം നടക്കുമെന്നുള്ള രീതിയിലൊക്കെ വ്യാപകമായ കള്ളപ്രചരണം നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ ആളുകൾ തമസ്കരിച്ചു. എല്ലാ മതവിഭാഗപ്പെട്ടുള്ള ആളുകളും, അത് മുസ്ലിം സമുദായമായാലും ക്രിസ്ത്യൻ സമുദായമായാലും ഹിന്ദു സമുദായമായാലും ഒരു മതമില്ലാത്തവനായാലും എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഒരുപാട് അമ്മമാർ പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് ചെറിയ പിഞ്ചു കുട്ടികൾ, ഇന്നലെ ചോദിച്ച പോലെ 5 വയസ്സുള്ള കുട്ടികൾ, റെനീഷ് മാമ എന്ന് പറഞ്ഞ റെനീഷ് മാമന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. യുവാക്കൾ, ധാരാളം യുവാക്കൾ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, DYFIയുടെയൊക്കെ കൂടെ പൊതിച്ചോറ് കൊടുത്ത് നടന്നിരുന്ന യുവാക്കളുണ്ട്. അവർ ആ പ്രത്യയശാസ്ത്രത്തിനോടുള്ള അവരുടെ പ്രശ്നം കഴിഞ്ഞ 50 വർഷമായിട്ട് അവിടെ അത്തരത്തിലൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവർ നാളെ BJPക്കാരായി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർക്കൊക്കെ കൃത്യമായി പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം ആ പ്രതിഷേധം എനിക്ക് വോട്ടായി ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് എനിക്ക് എൻ്റെ മുന്നിലുള്ളത്. കാരണം അവർക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്ന വലിയ ഉത്തരവാദിത്തം. വരും ദിവസങ്ങളിൽ അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2 മേയർമാരുണ്ടായിരുന്ന വാർഡ്, 47 വർഷമായി CPM മാത്രം അടക്കി ഭരിച്ചിരുന്ന വാർഡ്, അവിടെ കൗൺസിലർക്ക് ഒരു ഓഫീസ് പോലും ഇല്ല. നിങ്ങൾ ചിന്തിക്കണം. അതായത് കൗൺസിലറെ തെരഞ്ഞ് ഒന്നുകിൽ മേയർ ഓഫീസിൽ പോയി ക്യൂ നിൽക്കണം, അല്ലെങ്കിൽ അവരുടെ PMമാരുടെ വീട്ടിൽ പോയിരിക്കേണ്ട അവസ്ഥയായിരുന്നു അവിടുത്തെ സാധാരണ ജനങ്ങൾക്കുള്ളത്. അവസാന നിമിഷം, ഇപ്പോൾ ഞാൻ പുതിയറയിലെ കൗൺസിലറിൻ്റെ കൂടെയുണ്ട്. കഴിഞ്ഞ 5 വർഷം സമാനതകളില്ലാത്ത കോഴിക്കോട് കോർപ്പറേഷൻ 75 വാർഡുകളിൽ ഞാൻ ഏറ്റവും നല്ല വാർഡെന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ ഏറ്റവും നല്ലൊരു 10 വാർഡ് എടുത്താൽ ഏറ്റവും നല്ല വികസന പ്രവർത്തനം നടത്തിയൊരു വാർഡാണ് പുതിയറ വാർഡ്. ആ പുതിയറ വാർഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കള്ളപ്രചരണങ്ങൾ, പണം കൊടുത്ത് വീഡിയോകൾ ചെയ്തുകൊണ്ട് പുതിയറ വാർഡിൽ ഒന്നും ചെയ്തില്ല എന്ന് പുതിയറ വാർഡിലെ പ്രചരണം നടത്തി. അതുപോലെ ഞാൻ ജയിക്കുമെന്നൊരു സാഹചര്യം എന്നപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ കള്ളപ്രചരണം നടത്തിക്കുക. റെനീഷ് എന്ന കൗൺസിലർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതും സഭ്യമല്ലാത്ത ഭാഷയില്ല, ഓൻ എവിടുന്നോ വന്നൊരുത്തൻ എന്നൊക്കെ രീതിയിൽ അസഭ്യമായ രീതിയിൽ പ്രചരണം നടത്തിയപ്പോൾ ആ 2 വാർഡിലും പുതിയറ വാർഡ് നിലനിർത്തുവാനും പൊറ്റമ്മൽ വാർഡ് വിജയിക്കുവാനും സാധിച്ചത് ഇത്തരത്തിലുള്ള അസത്യ പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടും ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ 24 മണിക്കൂറും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു കൗൺസിലറായി, അവരുടെ ഒരു സുഹൃത്തായി, അവരുടെ ഒരു മകനായി അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ BJPക്ക് ജില്ലയിലും വലിയൊരു നേട്ടം തന്നെ ഉണ്ടായിരിക്കുന്നത് കോർപ്പറേഷനിൽ. അതെ, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 21 സ്ഥലത്ത് 2ാം സ്ഥാനത്തായിരുന്നു, 7 സീറ്റിൽ വിജയിച്ചു. ഈ പ്രാവശ്യം നമ്മൾ 7 നിന്ന് 13ആയി, 17 സീറ്റിൽ 2ാം സ്ഥാനത്താണ്. അതായത് ഏകദേശം 30 സീറ്റ് BJPക്ക് ജയിക്കാൻ സാഹചര്യമുണ്ടെന്ന ഒരു ധാരണ നമുക്ക് എത്തിക്കഴിഞ്ഞു. വളരെ ചെറിയ വോട്ടിന് തോറ്റ മാറാട് പേപ്പറിലെ വോട്ടുകളൊക്കെ വളരെ ചെറിയ നിസ്സാര വോട്ടിന് തോറ്റ വാർഡുകളുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് BJPയുടെ മേയറായിരിക്കും കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുക എന്നുള്ളത് ഒരു സംശയവും നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം വരുന്ന നിയമസഭാ ഇലക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തലസ്ഥാന നഗരി അനന്തപത്മനാഭൻ്റെ മണ്ണ് ഇനി BJPയാണ് ഭരിക്കാൻ പോകുന്നത്. നിരവധി കോർപ്പറേഷനുകൾ, അത് കൊല്ലം കോർപ്പറേഷനായാലും തൃശ്ശൂർ കോർപ്പറേഷനായാലും എല്ലാ ഈവൻ കണ്ണൂർ കോർപ്പറേഷനിലടക്കം തന്നെ വലിയ വർധന സീറ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചു. 13 പഞ്ചായത്തിൽ നിന്ന് 25 പഞ്ചായത്തിലേക്ക് ഞങ്ങളുടെ ഭരണം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായും വരുന്ന ഫൈനൽ എന്ന് പറയുന്ന നിയമസഭാ ഇലക്ഷനിൽ അത് മലബാറിൻ്റെ മണ്ണിലും ഈ കേരളത്തിൻ്റെ മണ്ണിലും വലിയ വിജയം BJPക്ക് സമ്മാനിക്കും. ജനങ്ങൾ വികസനത്തിൻ്റെ പാതയിലാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ട്. വികസനത്തിന് കിട്ടുന്ന വോട്ടാണ്. വർഗീയ പ്രചരണം നടത്തി ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്നുള്ള ആ കാലഘട്ടമൊക്കെ മാറി. ആളുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നു, എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ഇലക്ഷനുകൾ അത് BJPയുടേതായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. എന്തായാലും കോഴിക്കോട് കരുത്ത് കാണിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് BJP. ക്യാമറാമാൻ അമൃത തൽപ്പറ്റിക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.